ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വി ഗോപാൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ മൂവി വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവിയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവി ഒറ്റവാക്കി പറയാണ് ഒരു അടിപൊളി വിനീത് ശ്രീനിവാസൻ മാജിക് എന്ന് തന്നെ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തുകൊണ്ട് ഞാൻ ഈ മൂവി കാണാൻ പോയെന്ന് പറയാം. കാരണം കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ ആ ടൈമിൽ കഴിഞ്ഞ പടം നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ ഹൃദയമായിരുന്നു. അപ്പോൾ അതിലുണ്ടായ ആ ഒരു ഹൈപ്പ് അതേ ഒരു ടീം തന്നെ പിന്നെ വന്നപ്പോൾ ഉണ്ടാകുമെന്നറിയാമായിരുന്നു ഞാൻ പടം കാണാൻ പോയത്. എന്നെ പടം നിരാശപ്പെടുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും നിരാശപ്പെടുത്തില്ല. നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഇനി നമുക്ക് മൂവിയുടെ പോസിറ്റീവ് സൈഡ്സിലേക്ക് കടക്കാം. മൂവിയുടെ പോസിറ്റീവ് സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ അകത്തുള്ള പ്രണവ് മോഹൻലാലിൻ്റെയും ധ്യാൻ ശ്രീനിവാസൻ്റെയും കെമിസ്ട്രിയാണ്. നല്ല രീതിയിൽ തന്നെ അതങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഇവരുടെ ഒരു കോംബോ ആയിരുന്നു. ഒരു കാര്യം ഇതിൻ്റെ അകത്ത് വ്യക്തമായി, പണി അറിയാവുന്ന സംവിധായകൻ്റെ കയ്യിൽ ഇവർ രണ്ടുപേരും കിട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവലിൽ കൊണ്ടുവരാൻ പറ്റുന്ന മനസ്സിലായി. ധ്യാൻ ശ്രീനിവാസൊക്കെ ഇത്രയും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുന്നത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടാണ്. പുള്ളി നല്ല സ്ക്രിപ്റ്റൊക്കെ നോക്കി പാഠം എടുക്കുകയാണെങ്കിൽ വേറെ ലെവലെത്തേണ്ട നടനാണ്. അതില്ലോ തന്നെ. അതുപോലെ തന്നെ എനിക്ക് പഴയ ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ സത്യം പറഞ്ഞാൽ മോഹൻലാലിനെയും വിനീത് ശ്രീനിവാസൻ്റെയും കോംബോ ആണ് ഇവർ രണ്ടുപേരും കോംബോ. അതുപോലെ തന്നെ ഇവർ കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടുണ്ട്. രണ്ടുപേരും വേറെ ലെവലിൽ തന്നെ പടം എത്തിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ അടുത്തത് നോക്കുവാണെങ്കിൽ കല്യാണി പ്രിയദർശൻ ഒരു രക്ഷയില്ലാത്ത കഥാപാത്രമായിരുന്നു. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് മറ്റൊരു താരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിവിൻ പോളിയാണ്. നിവിൻ പോളിയുടെ ശക്തമായൊരു തിരിച്ചുവരവാണ് ഈ സിനിമയിലൂടെ കണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ അജു വർഗീസ്, ബേസിൽ എല്ലാവരും ഓരോരോ റോള് നല്ല ഭംഗിയായിട്ടിരുന്നു. നീരജ് മാധവ്, പിന്നെ വിനീത് ശ്രീനിവാസൻ ഒരു ഗസ്റ്റ് റോൾ പോലെ എൻ്റെ അത് വന്നിട്ടുണ്ട്. പടം അടിപൊളിയായിട്ടുണ്ട്. ഓവറോൾ ആക്ടിങ്ങിൻ്റെ ബേസ് എടുത്ത് നോക്കുകയാണെങ്കിലും കാസ്റ്റിങ്ങിൻ്റെ ബേസ് എടുത്ത് നോക്കുകയാണെങ്കിലും പടം അടിപൊളി തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം. ഒട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ നമ്മളെ പിടിച്ച് തിയേറ്ററിൽ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ അടുത്ത പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡാണ്. ഒബ്വിയസ്ലി വിനീത് ശ്രീനിവാസനാണ് ഡയറക്ഷനും റൈറ്റും ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ടിപ്പിക്കൽ ടച്ച് ഈ സിനിമ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വിനീത് ശ്രീനിവാസൻ മാജിക് എന്ന് പറയാനാണ് എനിക്കതിന് ഇഷ്ടം. അതുപോലെ തന്നെ മ്യൂസിക് അമിത് രാംനാഥ്, എൻ്റെ പൊന്നു മനുഷ്യനെ ഒന്നും പറയാനില്ലായിരുന്നു. പുള്ളി അടിപൊളിയായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫി വിശ്വന്ത് ഓലക്കോടിയിൽ പുള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പരിപ്പോടെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോർട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു വേറെ ലെവലിൽ സിനിമാറ്റോഗ്രാഫി എന്ന് തന്നെ എൻ്റെ അടുത്ത് പറയാം. അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ സിനിമയിൽ കുറേ പഴയ കാലഘട്ടങ്ങളും ഒക്കെ എൻ്റെ ഇത് ചിത്രീകരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു ആദ്യം കുറച്ച് ടൈമിൽ എന്നെ പഴയ എൻ്റെ സ്കൂൾ ജീവിതത്തിലേക്കൊക്കെ കൊണ്ടുപോകാൻ സിനിമ സാധിച്ചിട്ടുണ്ട്. ഞാൻ എന്നെ തന്നെ കണ്ടൊരു രീതിയായിരുന്നു ആ ടൈമിൽ. പിന്നെ പറയാനാണെങ്കിൽ ഇതിൻ്റെ എഡിറ്റർ എന്ന് പറഞ്ഞത് രാജൻ എബ്രഹാമാണ്. ഇത്രയൊക്കെയാണ് സിനിമയുടെ ഒരു പോസിറ്റീവ് സൈഡ്സായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ സിനിമയുടെ നെഗറ്റീവായിട്ട് എനിക്ക് പറയാൻ തോന്നിയത്, ഒബ്വിയസ്ലി വലിയൊരു നെഗറ്റീവ് ഒന്നും പറയാനില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ചെറിയ രീതിയിലുള്ളൊരു ലാഗ് ഉണ്ടായിരുന്നു. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പടം നല്ല ഗംഭീരമായിട്ട് നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുത്തിയെന്ന് തന്നെ പറയാം. ഈവൻ മറ്റൊരു തരത്തിലുള്ളൊരു ധ്യാൻ ശ്രീനിവാസനാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഇനി ഈ പടം ആരൊക്കെ കാണണമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ പടം എല്ലാവർക്കും വേണ്ടിയുള്ളൊരു പടമാണ്. ഫാമിലിക്ക് കാണാം, ആർക്കും കാണാൻ പറ്റുന്നൊരു നല്ലൊരു പടം തന്നെയാണ്. ഇനി ഈ സിനിമയുടെ ഒരു വെർഡിക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടും മനസ്സ് നിറഞ്ഞ വിനീത് ശ്രീനിവാസൻ സിനിമ കണ്ടിറങ്ങിയ ഒരു ഫീല്. സിനിമയെക്കുറിച്ച് പറയുന്ന ഒരു മനോഹരമായ സിനിമയെ സംഗീതം പ്രണയിച്ച രണ്ട് സുഹൃത്തുക്കൾക്ക് അവർക്കിടയിൽ സൗഹൃദവും തിരക്ക് ശേഷം ധ്യാൻ നടനെ കാണാൻ വീണ്ടും സ്വന്തം ചേട്ടന് വേണ്ടി വന്ന പടം കഴിയും തോറും പ്രേക്ഷകർക്ക് പ്രിയങ്കരനാവുന്നു. ആദ്യപതിയിൽ ഒരു ലാഗ് തോന്നി, എന്നാൽ കത്തിക്കയറും മുമ്പുള്ള ഒരു പതിഞ്ഞ താളമായിട്ടായിരുന്നു എനിക്ക് അതിന് തോന്നിയത്. അത് കഴിഞ്ഞ് നിവിനോടി വന്നതോട് പടം നല്ല രീതിയിൽ ഫണ്ണായി. പിന്നെ അയാൾ ഒറ്റയ്ക്ക് ഈ പടം കൈപിടിച്ച് കൊണ്ടുപോകായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കട്ട സപ്പോർട്ടായി നമ്മുടെ ബേസിലും അജുവും കോംബോയും വന്നു. വിനീത് പറഞ്ഞ പോലെ ഇതൊരു നിവിൻ്റെ തിരിച്ചുവരവ് തന്നെയാണ്, അതൊന്നും പറയാനില്ല.
എന്നാലും വിനീത് ശ്രീനിവാസൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്, അത് ഈ പടം നൽകിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നാലും മൂവി റിലീസ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത തിയേറ്ററിലാണ്. കണ്ടിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് രേഖപ്പെടുത്തുക. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയുള്ളൂ, വൺ ലൈഫ് വൺ ഡ്രീം വൺ ഫാഷൻ. താങ്ക് യു.